സോ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ആൻഡ് സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രിവെൻഷൻ ഓഫ് സൈക്യാട്രിയാണ്. അതിൻ്റെ പല പല ലെവൽസ്. സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാനുള്ള പ്രൈമോർഡിയൽ ലെവലാണ്. പ്രൈമോർഡിയൽ ലെവലിനകത്ത് എൻവയൺമെൻറ്റ് മോഡിഫിക്കേഷനും ഹെൽത്ത് എഡ്യൂക്കേഷനാണ് പറയുന്നത്. ഇത് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, സൈക്കോ എഡ്യൂക്കേഷൻ, സൈക്കാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നത്. ആൻഡ് രണ്ടാമെന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷനാണ്, വിച്ച് ഇൻക്ലൂഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊട്ടക്ഷനും ഹെൽത്തിന് മെയിൻ്റെനൻസ്. ഇതിനകത്ത് മൂന്നെണ്ണമുണ്ട്: യൂണിവേഴ്സൽ, സെലക്റ്റീവ്, ഇൻറ്റൻഡഡ് പ്രിവെൻഷന്. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ നമ്മളെല്ലാവർക്കും ഈ പറയുന്ന ഹെൽത്ത് മെയിൻ്റെനൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. വേറെ രണ്ടാമെന്ന് പറഞ്ഞ സെലക്റ്റീവിനകത്ത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സൈൻ ആൻഡ് സിംറ്റംസ് ഒന്നും മേ ബി കാണണമെന്നില്ല. വേറെ മൂന്നാമത്തത് ഇൻഡിക്കേറ്റഡ് പ്രിവെൻഷനകത്ത് ആളുകൾക്ക് സൈനും സിംറ്റംസും ഉള്ള പേഷ്യൻസിന് ക്ലയൻസിന് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻസ്. ആൻഡ് സ്ട്രാറ്റജീസ് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ബ്രോക്കൺ ആയിട്ടുള്ള ഫാമിലീസിന് നമ്മൾ നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻ്റർവെൻഷൻസ് ടു ഡിക്രീസ് ഹസാർഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മൾ സ്ട്രെസ്സേഴ്സും അതേപോലെ തന്നെ സ്ട്രെസ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിവത് അവോയ്ഡ് ചെയ്യണം. രണ്ടാമത് ഹോം ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് കൊടുക്കണം. പ്രീ സ്കൂളിൽ എന്തെങ്കിലും ചൈൽഡ് അബ്യൂസ് നേരിട്ടുണ്ടെങ്കിൽ ചൈൽഡ് അബ്യൂസും നെഗ്ലക്റ്റും കുറയ്ക്കുക, മെൻ്റൽ ഇൽനെസ്സായിട്ട് കോപ്പ് ചെയ്യുക, ആൻഡ് എൻഹാൻസസ് റെസിലിയൻസ് ആൻഡ് സ്ട്രെസ്സ് കുറച്ച് കിട്ടുക. ദെൻ സ്കൂളിലുള്ള എക്കോളജി ഒന്ന് ചേഞ്ച് ചെയ്യുക, അതായത് നല്ല കൂട്ടുകാർ ഇടപെടുക, ആൻഡ് സ്കൂളിൽ നല്ല ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബാക്കിയുള്ള പഠിത്തം ഉണ്ട് പ്ലസ് കോക്കറിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ടിൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻഗേജ് ചെയ്യിക്കുക. ദെൻ ഡീലിംഗ് വിത്ത് ഫാമിലി ഡിസ്റ്റർബൻസ്, അതായത് ഇപ്പം എന്തെങ്കിലും പാരൻസിൻ്റെ ഡിവോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏർലി മാരേജ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കുക. ആൻഡ് ഏജിങ് മെൻ്റലി ഹെൽത്തി, അതായത് ജീറിയാട്രിക് ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇപ്പം തന്നെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം മുന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്പിരിച്വലി അല്ലെങ്കിൽ റിലീജിയസ്ലി അവരെ എംപവർ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. ദെൻ സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. പ്രോപ്പറായിട്ട് തന്നെ സ്ക്രീൻ ചെയ്തിട്ട് അവരുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആൻഡ് ഷോർട്ടൻ ദ പീരീഡ് ഓഫ് ഡിസബിലിറ്റി ആൻഡ് ഡിസബിലിറ്റി ലിമിറ്റേഷൻസ്. ദെൻ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ കോംപ്ലിക്കേഷൻസും കഴിവത് അവോയ്ഡ് ചെയ്യുക. അടുത്ത ടേർഷറി പ്രിവെൻഷനകത്ത് പേഷ്യൻറ്റിന് ഓൾറെഡി അസുഖം ഉണ്ട്, അപ്പം ഇനി എങ്ങനെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റും, ഡിസബിലിറ്റി റീഹാബിലിറ്റേഷനും കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കൊടുക്കാവുന്നതാണ്. ഹെൽപ്പിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യൻസ് ഡെവലപ്പ് ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീങ് ആയിട്ട് നന്നായിട്ട് എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കൊടുക്കുക. ദെൻ ഗോൾസ് എന്ന് പറയുന്നത് സിംറ്റംസ് മാക്സിമം കുറയ്ക്കുക, സിംറ്റംസ് റിഡക്ഷൻ, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലെവലിൽ റീസ്റ്റോർ ചെയ്യുക, സോഷ്യലൈസേഷൻ ചെയ്യുക, എല്ലാവരുമായിട്ട് ലൈഫ് കുറച്ചും കൂടി മാനേജ് ചെയ്യാനും പുതിയ പുതിയ സ്കില്ല് പഠിക്കാനും കുറച്ചും കൂടി സ്ട്രെങ്ത് അവരുടെ സ്ട്രെങ്ത് ഇൻ ദ സെൻസ് ഈ സ്ട്രെങ്ത് മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് നല്ല സ്ട്രെങ്ത് ഉള്ളത് നന്നായിട്ട് പടം വരയ്ക്കുന്നതിലായിരിക്കാം. അപ്പോൾ അവരുടെ വീക്ക് പോയിൻറ്റുകൾ മാറ്റിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പോയിൻറ്റുകൾ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആൻഡ് അവർക്ക് ചില ഈ ബന്ധുക്കൾക്കൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ആണ്. ഡെവലപ്പിംഗ് കൾച്ചർ ആൻഡ് എംപവർമെൻറ്റ് ആൻഡ് ഹീലിംഗ് ആൻഡ് ഹോപ്പ്. അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുക, പക്ഷേ ഫോൾസ് റീഅഷ്വറൻസ് കൊടുക്കാനായിട്ട് പാടില്ല. ദെൻ അക്കൗണ്ടബിൾ പ്രിൻസിപ്പിൾസ് ടു പ്രാക്ടീസ്, ആക്റ്റീവായിട്ട് അവരെ കേട്ടിരിക്കുക. ദെൻ റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെ. ഇനി പ്രൊവിഷൻ ഓഫ് ഇൻ്റർവെൻഷൻസ് ടു ലിമിറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസബിലിറ്റീസ് ഉള്ളതിനെ അതിൻ്റെ ഒരു തോത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇൻക്ലൂഡ് മിനിമം ഡിസബിലിറ്റീസ് ബൈ നല്ല രീതിയിൽ സെൽഫ് എസ്റ്റീം കൂട്ടുക, കോപ്പിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ അന്ധവിശ്വാസങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ആൻഡ് മൂന്നാമത് പറയുന്നത് അവരുടെ എൻവയൺമെൻറ്റുമായിട്ടൊന്ന് കോപ്പ് ചെയ്യാനായിട്ട് നമ്മളവരെ പഠിപ്പിക്കണം. ഓക്കെ, ആൻഡ് ടു ഈസ് ദ ബേർഡൻ ഓഫ് ഹാൻഡിക്യാപ്ഡ്.
പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് കൊടുക്കുക. എൻവയൺമെൻറ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്റ്റിമുലസിനെ കുറയ്ക്കാൻ ശ്രമിക്കണം. റീഹാബിലിറ്റേഷൻ സർവീസിനകത്ത് ദിസ് ഇസ് എ സർവീസസ് വിച്ച് ആർ അവൈലബിൾ ഫോർ ദ സൈക്കാട്രിക് പേഷ്യൻസിനാണ് ഇത് അവൈലബിൾ ആക്കി നമ്മൾ കൊടുക്കുന്നത്. ഹൗസിങ്ങിനകത്ത് ഷെൽഫ് കെയർ അവിടെ നമ്മൾ സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി കൂട്ടുക, 24 hours ആക്കുക. ദെൻ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, അതായത് അവർക്ക് എന്തെങ്കിലും ജോലിയെല്ലാം നമ്മൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ മെൻ്റൽ ആശുപത്രികളിൽ തന്നെ ഇവർക്കായിട്ട് ചന്ദനത്തിരി നിർമ്മാണം ആൻഡ് പേനകളുടെ നിർമ്മാണം അതൊക്കെയാണ്. പ്ലാസ്റ്റിക് പേനയല്ല, നമ്മൾ പേപ്പർ പേനയ്ക്കകത്ത് അരി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പേന ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിത്ത് അവിടെ കിടന്ന് വളർന്നൊരു ചെടിയാവും, ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയുണ്ട്. സോ ഡെയിലി എക്സ്പെൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതായത് അവർ ഈ ആശുപത്രി വിട്ട് ഇറങ്ങിയാലും അല്ലെങ്കിൽ ചിലപ്പം നോർമലായിട്ടുള്ള സെറ്റിങ്ങിൽ നിന്ന് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബാക്കി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ നോക്കുക. ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ, ഇവിടെ നമുക്ക് ഡേ കെയർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാം. ഡേ കെയർ ആക്ടിവിറ്റീസ് ഇൻ ദ സെൻസ് ഡേ കെയർ സെൻറ്റേഴ്സ് കൊടുക്കാൻ അവർക്ക്. പിന്നെ ഹാഫ് ഡേ ഹോം, ചിലവർക്ക് കുറച്ച് മണിക്കൂറത്തേക്ക് മീൻസ് എപ്പോഴും കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റണമെന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ക്വാർട്ടർലി കുറച്ച് മണിക്കൂറത്തേക്ക് ഒരു പകുതി ദിവസത്തേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം ഡേ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്, ഹാഫ് ഡേ സെൻറ്റേഴ്സ് ഉണ്ട്, ക്വാർട്ടർലി സെൻറ്റേഴ്സ് ഉണ്ട്. ദെൻ ലോങ് സ്റ്റേ ഹോംസ്, കുറേ നാൾ ഇപ്പം വീടില്ലാത്ത ആളുകൾക്ക് ഹോംലെസ് പീപ്പിളിന് ചില അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം വൺസ് ഇവർക്ക് സൈക്കോളജിക്കലി പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകാറുണ്ട്. അപ്പോൾ അവർക്കൊരു താങ്ങാവാനായിട്ട് ദെൻ ഷെൽറ്റേർഡ് വർക്ക്ഷോപ്പ്, ഒക്യുപ്പേഷണൽ ട്രെയിനിങ്സ്, സെൽഫ് കെയർ ഗ്രൂപ്പ്സുകൾ, ദെൻ എ ഗ്രൂപ്പ്, ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ്, സൂയിസൈഡൽ പ്രിവെൻഷൻ ഗ്രൂപ്പ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇതിന് പുറമെ നമ്മുടെ ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടി ഞാൻ പറയുകയാണ്. ICD-11 മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ജസ്റ്റ് ഞാൻ ആദ്യം മുതലേ ഒന്നുകൂടി ഈ ചാപ്റ്റർ നോക്കി പോവാം. ഇതിനകത്ത് എന്താണ് സൈക്യാട്രിക് നേഴ്സ് നമ്മൾ പറഞ്ഞു, സൈക്യാട്രിക് നേഴ്സിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ദെൻ എന്താണ് ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, വെറുതെ റാൻഡമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാമെന്ന്. ICD-10 ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ICD-11 ആണ്. ICD-11 എന്തൊക്കെ ഡിസീസ് ഉണ്ട്, ലെവൽ 1 L1 6A 1 എന്താണ്, 6A 2 എന്താണ്, 6A0 L1 6A0 6A2 6A4 6A6 അങ്ങനെ കുറേ നമ്പറുണ്ട്. ഈ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഈ 2 വരെ. പിന്നെ DSM ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ഞാൻ പറ്റുമെങ്കിൽ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ ചാപ്റ്റർ 7 സ്ലീപ്പ് വേക്ക് ഡിസോർഡേഴ്സ് ഉണ്ട്, ഹൈപ്പോസോംനിയ, ഇൻസോംനിയ, പിന്നെ ഉറങ്ങുന്ന സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാറുണ്ട് പേഷ്യൻസിന്. Then chapter 17 there is conditions related to sexual health. Okay, പിന്നെ zero psychiatric classification of mental disorders എന്തൊക്കെയാണെന്ന് പറഞ്ഞു. Then about the principles of mental health in nursing, rules and laws ഒക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. Then reassurance, responsibilities. Okay, then ethics and ethical responsibilities എന്താണ്, ഇൻഫോംഡ് കൺസെൻറ്റ്, പിന്നെ കമ്പൽസറി ഹോസ്പിറ്റലൈസേഷന്, പേഷ്യൻ്റ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നത്, ആൻഡ് റിസ്ട്രെയിൻസ് സെക്ലൂഷൻസ് അവോയ്ഡ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ഡിസ്കസ് അബൌട്ട് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ദെൻ അബൌട്ട് എറ്റിയോളജി, പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്, പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, പെർപിച്വേറ്റിംഗ് ഫാക്ടേഴ്സ്, പിന്നെ ബയോളജിക്കൽ, ഫിസിയോളജിക്കൽ, സോഷ്യോളജിക്കൽ, എൻവയൺമെൻറ്റൽ, പ്രീനേറ്റൽ അതൊക്കെ പറഞ്ഞു. ദെൻ കോൺസെപ്റ്റൽ മോഡൽ ആൻഡ് റോൾ ഓഫ് നഴ്സിനകത്ത് സൈക്കോ അനലിറ്റിക്കൽ, സൈക്കോ സെക്ഷുവൽ, മീൻസ് ബിഹേവിയർ, സൈക്കോ സോഷ്യൽ ഉണ്ട്, ബിഹേവിയറലുണ്ട്. ദെൻ അബൌട്ട് എക്സിസ്റ്റൻഷ്യൽ, ദെൻ ഇൻ്റർപേഴ്സണൽ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് പ്രിവെൻറ്റീവ് സൈക്യാട്രി, കൂടാതെ തന്നെ സൈക്യാട്രിക് റീഹാബിലിറ്റേഷനുമാണ് നമ്മൾ ഇത്രയും ഒരു സെഷൻസ് കൊണ്ട് പഠിപ്പിച്ചത്. ഐ ഹോപ്പ് ദാറ്റ് യു ആർ വെരി ക്ലിയർ വിത്ത് ഇറ്റ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ദാറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.